5 മിനിറ്റ് തികച്ച് അവരെന്നോട് സംസാരിച്ചില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം IELTS കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ 1.5 കൊല്ലമായി, 2 കൊല്ലം അടുക്കിയാകാറായി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ചിരുന്ന് ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നിരിക്കുകയാണ്. IELTSും വേണ്ട, ഗ്യാപ്പ് ജസ്റ്റിഫിക്കേഷൻ വേണ്ട, ഒന്നും വേണ്ടാതെ എനിക്ക് മാതാവ് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ തന്നെ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ എന്തായാലും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഫെബ്രുവരി 3-ാം തീയതിയാണ് ഈ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് ഫെബ്രുവരി 11-ാം തീയതി ഞാൻ IELTS ഓൾറെഡി ഞാൻ ഡേറ്റ് എടുത്തത് കൊണ്ടിട്ട് തന്നെ ഫെബ്രുവരി 11-ാം തീയതി എനിക്ക് IELTSൻ്റെ എക്സാം ആയിരുന്നു. IELTSൻ്റെ സ്പീക്കിങ്ങിൻ്റെ തലേദിവസം വരെ ഞാൻ മര്യാദക്ക് പോലും സ്പീക്കിംഗ് ചെയ്യുന്നുണ്ടായില്ല. ഞാൻ എക്സാമിന് പോയത് തന്നെ തൈലം നാക്കിൽ പുരട്ടിയും നെറ്റിയിൽ പുരട്ടിയും കാശുരൂപം കയ്യിൽ വെച്ചും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ 1 മിനിറ്റ് പോലും അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ആ സെക്ഷൻ ഫുള്ള് കണ്ടിന്യൂസ് ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കഴിവിന് മേലാണ് ഞാൻ അവിടെ പെർഫോം ചെയ്തത്. എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ മാഡത്തിനെ വിളിച്ചു. വളരെ സന്തോഷത്തിലാണ് ഞാൻ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ IELTSന് ജയിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, തലേ ദിവസം വരെ എനിക്ക് സംസാരിക്കാൻ പറ്റാതെന്ന് ഞാൻ ഇന്ന് സംസാരിച്ചെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ അത്ഭുതമെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ കിട്ടുന്ന സ്കോറോ ഒന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം എൻ്റെ ലിസണിങ് റീഡിംഗ് ഒക്കെ കഴിഞ്ഞു, എൻ്റെ റിസൾട്ട് വന്നു. പക്ഷേ എനിക്ക് IELTSൻ്റെ പേപ്പർ വേണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്കൊരു മോഡറേറ്റ് സ്കോർ തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അതിനുശേഷം മാർച്ച് 10-ാം തീയതിക്ക് മുന്നേ എനിക്ക് ഫീസ് അടക്കണം. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രോപ്പർട്ടി ഇല്ല, വീട്ടിൽ പ്രോപ്പർട്ടി പണയത്തിലാണ്. എനിക്കൊരു 23 ലക്ഷം രൂപയോളം എനിക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് എങ്ങനെ കാണിക്കണം എന്നറിയില്ല. എനിക്ക് വിത്തൗട്ട് കൊളാട്രലാണെങ്കിൽ 7.5 ലക്ഷം രൂപ മാത്രമേ എനിക്ക് ലോൺ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കാസ്റ്റിലുള്ള പിള്ളേർക്ക് 25 ലക്ഷം രൂപ അബ്രോഡ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് കൊടുക്കുന്നുള്ള വിവരം ഞാൻ അറിഞ്ഞത്. ഞാനങ്ങനെ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഞാനൊരു മാർച്ച് 27-ാം തീയതി ആയപ്പോഴേക്കും ഞാൻ എൻ്റെ 25 ലക്ഷം രൂപ സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തായിരുന്നു. അതിന് മുന്നേ തന്നെ 5 ലക്ഷം രൂപ എനിക്ക് ഫീസ് അടക്കണമായിരുന്നു. ഫീസ് അടക്കണ സമയത്തും എനിക്ക് തടസ്സങ്ങൾ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മിസ്റ്റേക്കാണ്, എനിക്ക് ചെക്ക് ലീഫ് ഉണ്ടായില്ല. മാർച്ച് 8-ാം തീയതിയാണ് ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ചെക്ക് ലീഫ് ഇല്ലാതെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല.